നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. മാലിദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തിയതിന് തൊട്ട് പിന്നാലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മാലിദ്വീപും വിളിച്ചു വരുത്തി ഇന്ത്യയോട് പോര് കടുപ്പിക്കുകയാണ്. ഇന്ത്യയും കാനഡയും തമ്മിൽ നയതന്ത്ര ബന്ധം വഷളായതായി നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ച് തന്നെയാണ് അന്നും ഇന്നും നിലകൊള്ളുന്നത്. തൊട്ട് പിന്നാലെയാണ് ഇന്ത്യയോട് കൊമ്പ് കോർത്ത് മാലിദ്വീപും രംഗത്തെത്തിയിരിക്കുന്നത്. മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവാറിനെയാണ് വിളിച്ചു വരുത്തിയത്. മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം പരാമർശം നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മാലിദ്വീപ് ഹൈക്കമ്മീഷണറെ തിങ്കളാഴ്ച രാവിലെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്താണ് കാര്യമെന്നുള്ള വിശദമായ വിവരം തൊട്ട് പിന്നാലെ തന്നെ പുറത്തു വരുന്നതായിരിക്കും. അപ്പോഴാണ് ഇന്ത്യയെ വീണ്ടും ചൊടിപ്പിക്കുന്ന, എന്താണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു സന്ദേശം നൽകുന്ന ഒരു സംഭവം മാലിദ്വീപിൽ തന്നെ ഉണ്ടായത്. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിൻ്റെ ചൈനീസ് സന്ദർശനം തുടങ്ങിയിരിക്കുന്നു. ജനുവരി 12 വരെയാണ് ഈ സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ ക്ഷണപ്രകാരമാണ് മുയിസുവിൻ്റെ പ്രത്യേക ചൈനീസ് സന്ദർശനം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ നിശ്ചയിച്ച 5 ദിവസത്തെ പര്യടനത്തിൽ സുപ്രധാന കരാറുകൾ ഒപ്പിടുമെന്നാണ് രണ്ടു രാജ്യങ്ങളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാലിദ്വീപ് ചൈനയോട് അടുക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയായി തന്നെ നമുക്ക് ഈ നടപടിയെ വിലയിരുത്താനായി സാധിക്കും. മാലിദ്വീപിൽ പുതുതായി ഒരു പ്രസിഡന്റ് അധികാരമേറ്റ് കഴിഞ്ഞാൽ ഇതുവരെയുള്ള കീഴ്വഴക്കം അനുസരിച്ച് ആദ്യം സന്ദർശിക്കുന്ന രാജ്യമെന്നുള്ളത് ഇന്ത്യ ആയിരിക്കും. ആ പതിവാണ് ഇത്തവണ മുഹമ്മദ് മുയിസു തെറ്റിച്ചിരിക്കുന്നത്. നവംബറിൽ അധികാരമേറ്റ മുയിസു ഇതുവരെയും ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം മാലിദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. പക്ഷേ ഇതിനോടകം തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുയിസു സന്ദർശിച്ചിട്ട് പോലും ഇന്ത്യയിലെത്താൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. വ്യാപാര വ്യവസായ മേഖലകളിലും സാങ്കേതിക വിദ്യയിലും സഹകരണം വർദ്ധിപ്പിക്കാനുള്ള പലവിധ കരാറുകളിലാണ് ചൈനയും മാലിദ്വീപും ഒപ്പിടാനായി പോകുന്നത്. മന്ത്രിതല സംഘവും മുയിസുവിനൊപ്പം ഉണ്ട് എന്നുള്ളതും മറ്റൊരു വിഷയം. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മുയിസു അധികാരത്തിലേറിയത്. അതിനുശേഷം മാലിദ്വീപിൻ്റെ ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ വളരെ മോശകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നിരവധി ഉഭയകക്ഷി കരാറുകൾ പുനരവലോകനം ചെയ്യാനുള്ള പരിശോധനയിലാണ് ഇപ്പോൾ മാലിദ്വീപ്. അങ്ങനെ മാലിദ്വീപ് വ്യക്തമായി ഒരു സന്ദേശം നൽകുന്നുണ്ട്. ചൈനയുമായി കൂടുതൽ അടുക്കുന്ന നിലപാട് അത് മാലിദ്വീപിൻ്റേതല്ല, മറിച്ച് അധികാരത്തിലെത്തിയ മുയിസുവിൻ്റേതാണ്. അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം വിവാദമായതോടെയാണ് 3 മന്ത്രിമാരെ മാലിദ്വീപ് സർക്കാരിന് സസ്പെൻഡ് ചെയ്യേണ്ട ഒരു ദുർഗതിയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ഹൈക്കമ്മീഷണറെ ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയതും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും. ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച സമൂഹമാധ്യമ പോസ്റ്റായിരുന്നു അത്. അതൊട്ടും തന്നെ മാലിദ്വീപിന് ദഹിച്ചിട്ടില്ല എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട്. മാലിദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷ്യൂന, മൽന ഷെരീഫ്, അബ്ദുള്ള മഹസ് മജീദ് എന്നിവർ നടത്തിയ പരാമർശങ്ങളിലാണ് ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. മന്ത്രിമാരുടേത് വ്യക്തമായ അഭിപ്രായ പ്രകടനമായിരുന്നുവെന്നും ഔദ്യോഗിക നിലപാടല്ല എന്നും വിശദീകരിച്ച ശേഷമാണ് മാലിദ്വീപ് സർക്കാർ 3 പേർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ തയ്യാറായത്. 3 മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചതിന് പിന്നാലെ ഇന്ത്യ മാലിദ്വീപ് ബന്ധം കൂടുതൽ വഷളാവുകയാണ്. മാലിദ്വീപിനെ ബഹിഷ്കരിക്കാൻ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി ആളുകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി സിനിമാ മേഖലയിലെയും കായിക മേഖലയിലെയും പ്രമുഖർ പോലും രംഗത്തെത്തിയിട്ടുണ്ട്. ടൂറിസം തന്നെയാണ് മാലിദ്വീപിന് പ്രധാന വരുമാന മാർഗം. അതിനെ കൂടുതൽ ദോഷകരമായി ഈ വിഷയം ബാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.